അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും അഖിൽമാരാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞാണ് ഈ കേട്ടത്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ആ പറഞ്ഞതിൽ അഖിൽമാരാറിനെ കുറ്റം പറയാൻ ഒരിക്കലും പാടില്ല. അത് അയാളുടെ സ്വഭാവമാണ്. നമുക്ക് ആളുടെ വൈഫ് പറയുന്നൊന്ന് കേട്ടാ. അമ്മ കഴുകിയിട്ടേക്കുന്ന തുണി ഇത് വൃത്തിയായില്ലെന്ന് പറഞ്ഞ് ഒന്നുകൂടെ കൊണ്ട് വെള്ളത്തിയിടും. ഇതൊക്കെ തന്നെയാണ് അവിടെ ഭയങ്കര അടിയാ. വഴക്കും ഞാനും അണ്ണനും പിള്ളേരും ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വഴക്കില്ലാത്തൊരു ദിവസമില്ല. വഴക്കില്ലാത്ത ഞങ്ങളുടെ ഒരു ജീവിതം ആലോചിക്കാനേ പറ്റത്തില്ല. സ്വന്തം അമ്മയോടും അതുപോലെ സ്വന്തം മക്കളുടെ അമ്മയോടും അഖിൽമാരാർ കാണിക്കുന്ന സ്നേഹം എന്താണ്, അടുപ്പം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും വേറൊരു സ്ത്രീനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. സ്വന്തം വീട്ടിലില്ലാത്ത ടോളറൻസ് പുറമെ നാട്ടുകാരുടെ അടുത്തോ മറ്റ് സ്ത്രീകളുടെ അടുത്തോ കാണിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആവശ്യമുള്ളതാണ് കേട്ടാൽ മതി. ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് സംസാരിച്ച് സമയം കളയുമ്പോൾ നമ്മൾ അയാൾക്കൊരു റീച്ചാണ് കൊടുക്കുന്നത്. അയാൾക്ക് ആവശ്യവും അതാണ്.